തോട്ടം നനപ്പാൻ ഏദനിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖകളായി പിരിഞ്ഞു. അവ പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. ഒന്നാമത്തെ നദിയായ പീശോൻ ഹവീല ദേശമൊക്കെയും ഒഴുകുന്നു. അവിടം മേത്തരമായ പൊന്നിനാൽ സമ്പുഷ്ടമാണ്. അവിടെ ഗുൽഗുലുവും ഗോമേദകവും ഉണ്ട്. രണ്ടാമത്തെ നദിയായ ഗീഹോൻ കൂശ് ദേശമൊക്കെയും ഒഴുകുന്നു. മൂന്നാമത്തെ നദിയായ ഹിദ്ദേക്കൽ അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. നാലാമത്തെ നദിയായ ഫ്രാത്തിൻ്റെ മറ്റൊരു പേര് യൂഫ്രാത്തേസ് എന്നാണ്. ഏദനിലെ നദികളെക്കുറിച്ച് മറ്റു വേദഭാഗങ്ങളിലെ വിവരണങ്ങൾ. യഹൂദ രാജാവായ യെഹിസ്കിയാവ് ഗീഹോൻ വെള്ളത്തിൻ്റെ മേലത്തെ ഒഴുക്ക് തടുത്ത് ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് താഴോട്ട് വരുത്തി. കോരേശ് രാജാവിൻ്റെ കാലത്ത് ദാനിയേൽ ഹിദ്ദേക്കൽ മഹാനദീതീരത്ത് ഇരിക്കുമ്പോഴാണ് ദർശനം കാണുന്നത്. യൂഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ജീവവൃക്ഷം നൽകുന്ന ഏദൻ തോട്ടം നനപ്പാൻ ദൈവം നദികളെ പുറപ്പെടുവിച്ചു. നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പുതിയ യെരുശലേമിലും ജീവജല നദിയും ജീവവൃക്ഷവും ഉണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനദി. ജാതികളുടെ രോഗശാന്തിക്കുതകുന്ന ഇലയുള്ളതും 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നതുമായ ജീവവൃക്ഷം നദിയുടെ അക്കരെയും ഇക്കരെയും ഉണ്ട്.